ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ഗർഭിണിയല്ലെന്ന് സത്യം പറഞ്ഞ ചന്ദ്രമതിയും സുധിയും സച്ചിയും കൂടി ശ്രുതിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് അവിടെ നിന്ന് കാറിൽ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും ഇത്രയും വലിയ കള്ളം പറഞ്ഞ തന്നെ ചന്ദ്രോദയത്തിലോട്ട് ചന്ദ്രമതി കയറ്റത്തില്ല. സുധി ഒരിക്കലും തന്നെ ഇനി സ്നേഹിക്കാനും പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശ്രുതി ആ കടുങ്കൈ ചെയ്യാണ്. അതായത് സൂയിസൈഡിന് ശ്രമിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് സൂയിസൈഡിന് ശ്രമിച്ചാല് ഹോസ്പിറ്റലുകാർ എന്നെ രക്ഷിക്കുന്നുള്ള കാര്യം ശ്രുതിക്ക് ഉറപ്പാണ്. ഹോസ്പിറ്റലുകാർ എന്തായാലും ഈ വിവരം സുധിയെ അറിയിക്കുന്നുള്ളതും ശ്രുതിക്ക് അറിയാട്ടോ. അങ്ങനെയെങ്കിലും ചന്ദ്രോദയത്തിൽ കയറി പറ്റണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ശ്രുതിയുടെ മനസ്സിൽ. ഓക്കെ, ശ്രുതി എന്തായാലും തന്ത്രപൂർവ്വം ചന്ദ്രോദയത്തിൽ കയറി പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതിയെയും കൊണ്ട് ഡോക്ടർ മുറിയിൽ നിന്ന് ഇറങ്ങുന്ന ചന്ദ്രമതിയും സുധിയാണ്. ഇവരെ കണ്ട പാടെ തന്നെ സച്ചി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അമ്മേ എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? ഇത് കേട്ടപ്പോ ശ്രുതിക്ക് ദേഷ്യം വരാൻ കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ എന്തിനാ ഇത്ര ഉത്കണ്ഠ കാണിക്കുന്നത്? അല്ല, രേവതി ഒന്നുമല്ലല്ലോ ചെക്കപ്പ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്, എന്നെയല്ലേ? അച്ഛനാവാൻ പോകുന്ന സുധിയേക്കാളും വലിയ ആകാംക്ഷയാണല്ലോ ഇയാൾക്ക്. അപ്പൊ സുധി പറയുന്നത്, അത് വിട് ശ്രുതി, ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അച്ഛനാവണമെന്നുണ്ടെങ്കിലേ ഒരു ഭാഗ്യം വേണം, അതിവനില്ല. അതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ടപ്പോ സച്ചിക്ക് വിഷമാവാനിട്ടോ. അപ്പൊ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഡാ സുധി, നീ മറ്റുള്ളവരെ കളിയാക്കി അത്രയ്ക്കങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. ഈ കുഞ്ഞിനെ പ്രസവിച്ച് നിന്റെ കയ്യിൽ കിട്ടിയാലേ നിന്നെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞാവൂ, അതോർത്തോ. അതിനു മുന്നേ ഇത്ര അഹങ്കാരമൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ അമ്മേ, എടാ മതി, ശ്രുതിയെ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോകണം. അത് മാത്രമല്ല കുറച്ച് ടെസ്റ്റുകൾ എഴുതി തന്നിട്ടുണ്ട്, അതൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണിക്കാൻ. അതിനു മുന്നേ ഡോക്ടർ പോയാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. അതെ, അമ്മ പറഞ്ഞത് ശരിയാ. ശ്രുതി എന്താ നോക്കി നിൽക്കുന്നത്? വാ. ആ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈശ്വരാ, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? ആവശ്യമുള്ള സമയത്ത് ഒരു കള്ളം പോലും പറയാൻ കിട്ടില്ല. അയ്യോ, ഇപ്പൊ തോന്നുന്നു ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടിയില്ലായിരുന്നു എന്ന്. ശ്രുതി, നീ എന്താ മോളെ ആലോചിച്ച് നിൽക്കുന്നത്? ശ്രുതിയുടെ കൂടെ ചെല്ല്. അല്ലെങ്കിൽ വേണ്ട, ശ്രുതി ആ പേപ്പർ ഇങ്ങി തന്നെ, ശ്രുതിയുടെ കൂടെ ഞാൻ പൊയ്ക്കോളാം. അയ്യോ ആന്റി, അതിന്റെ ആവശ്യമില്ല. ഈശ്വര, ആന്റി എന്റെ കൂടെ വന്നാ പിന്നെ ഞാൻ മുമ്പ് പ്രസവിച്ചതാണെന്നും എനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള സത്യമൊക്കെ അവരറിയും. ശ്രുതി, നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങോട്ട് വാ. ആദ്യം ആയതുകൊണ്ടാ ഇങ്ങനെ പേടിയൊക്കെ. ഇതും പറഞ്ഞോണ്ട് ചന്ദ്രമതി മനസ്സിൽ കരുതുന്നുണ്ട്, എടി നിന്റെ കള്ളത്തരം ഞാൻ ഇവിടം കൊണ്ട് പൊളിക്കും. നീ എന്ത് കരുതി ഇനിയും ചന്ദ്രോദയത്തിലുള്ളവരെ മണ്ടന്മാരാക്കാനോ? അതിനെ ചന്ദ്രമതിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇനി നടക്കില്ല. പെട്ടെന്നാണ് ശ്രുതിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോ ശ്രുതിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവരാരെങ്കിലും ആവട്ടെ, തൽക്കാലം ഇതും പറഞ്ഞ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. അയ്യോ, ഇതൊക്കെ എപ്പോ? അയ്യോ, എന്നാലും ഒരു പാവമായിരുന്നു ഇവര്. ഒരു പ്രീമിയം കസ്റ്റമർ ആയിരുന്നു. സ്ഥിരമായിട്ട് എൻ്റെ അടുത്തോട്ട് മാത്രമേ വരാറുള്ളായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു. ദേ കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ അടുത്തോട്ട് വരാനിരുന്നതാ. ശ്രുതി, ഇത് കണ്ടോ? ശ്രുതിക്ക് ഇവര് മനസ്സിലായില്ലേ? ഇതാരാ ശ്രുതി? ശ്രുതി എൻ്റെ അടുത്ത കസ്റ്റമറാ. ഈ കസ്റ്റമർ ഇന്ന് രാവിലെ മരിച്ചു, പാവം. അയ്യോ ശ്രുതി, എനിക്ക് ഒട്ടും സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടേ പറ്റൂ. ഞാൻ അവരുടെ വീട്ടിലോട്ട് പോവാ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ചന്ദ്രോദയത്തിലോട്ട് വരാം. പിന്നെ ഈ ഡോക്ടർ ഇനിയും ഉണ്ടാവുമല്ലോ, നമുക്ക് പിന്നൊരു ദിവസം പോയി കാണാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഡോക്ടറെ വന്ന് കണ്ടോളാം. ഇതൊക്കെ കേട്ടപ്പോ സച്ചിക്കും ചന്ദ്രയ്ക്കും കാര്യം മനസ്സിലാവുകയാണ്. ചന്ദ്രമതിയാണെങ്കിൽ സച്ചിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. എന്നിട്ടും ഭർത്താവായ മണ്ടനായ ശ്രുതിക്ക് കാര്യം മനസ്സിലായില്ല. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ വരെ വന്നില്ലേ? ഡോക്ടർ എഴുതി തന്ന ചെക്കപ്പ് കഴിഞ്ഞിട്ട് നീ സുധിയുടെ കൂടെ അങ്ങോട്ട് പൊയ്ക്കോ. ആന്റി, എനിക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം. അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും ചെക്കപ്പ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. ആന്റി, ഞാൻ പറഞ്ഞില്ല ആന്റി, എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. സുധി, നീ തൽക്കാലം ഇവരുടെ കൂടെ വീട്ടിൽ പൊയ്ക്കോ. ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. എനിക്ക് ഒട്ടും നേരമില്ല. എന്റെ ലഗേജ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. ഇതും പറഞ്ഞുകൊണ്ട് സുധി ആണെങ്കിൽ പുറത്തോട്ട് ഓടുകയാണ് കേട്ടോ. എന്നാൽ സച്ചി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചിയെ പിടിച്ച് ഉന്താണ്. അതിലാണെങ്കിൽ സച്ചി ഒരു ഭാഗത്ത് പോയി വീഴുന്നുണ്ട്. ഇത് കണ്ട ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. എടാ സുധി, അവളെ പോയി പിടിക്ക്. അങ്ങനെ സച്ചിയും സുധിയും കൂടി ശ്രുതിയെ പിടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഓടുകയാണ്. പിന്നാലെ ചന്ദ്രമതിയും. എടാ സുധി, അവളെ പിടിക്ക്, ഞാൻ ഇവിടുന്ന് പിടിക്കാം. അങ്ങനെ സുധി പെട്ടെന്ന് തന്നെ ശ്രുതിയെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താ ശ്രുതി ഇത്? സ്കാനിങ്ങും ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാന്ന് അമ്മ പറഞ്ഞതല്ലേ? നീ എന്താ അമ്മ പറഞ്ഞത് കേൾക്കാത്തത്? ദേ, നിന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു വിധത്തിൽ അമ്മ സമ്മതിച്ചത്. നീ വീണ്ടും അമ്മയെ ദേഷ്യപ്പെടുത്താണല്ലേ? അത് പിന്നെ സുധി, എനിക്ക് വേണ്ടപ്പെട്ട ആളാ മരിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് കാണണ്ടേ? കാണണ്ടെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ ചെക്കപ്പും അതുപോലെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ കിട്ടി ഡോക്ടറെ കണ്ടതിന് ശേഷം പോയി കണ്ടോ? നിന്നെ ഇവിടെ ആരും വിലക്കില്ല. സുധി, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരാന്. ശ്രുതി, എന്താ നിന്റെ പ്രശ്നം? അത് പിന്നെ ആന്റി, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു.
പാവം ശ്രീയ, എനിക്ക് അവരെ ഒന്ന് കാണണം. ആയിക്കോട്ടെ, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവരെ കാണണമെന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്നും കരുതിയിട്ട് ഇവിടുത്തെ ചെക്കപ്പ് വേണ്ടെന്ന് വെച്ചാണോ നീ പോകുന്നത്? ദേ, അത് നിന്റെ കുഞ്ഞിന് പോലും ദോഷം ചെയ്യും. ഇപ്പൊ അങ്ങനെ യാത്രയൊന്നും പാടില്ല. പിന്നെ 1 മണിക്കൂറത്തെ കാര്യമല്ലുള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് ആരെയാന്ന് വെച്ചാൽ കാണാലോ ശ്രുതി. ആന്റി, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. എന്നെ ആരും നിർബന്ധിക്കരുത്. ശ്രുതി, എനിക്ക് പോകണം. ചെക്കപ്പ് ഒക്കെ പിന്നെയും ചെയ്യാലോ. പക്ഷേ മരിച്ചൊരാളെ പിന്നെയും കാണാൻ പറ്റുമോ? അമ്മേ, ശ്രുതി പറയുന്നത് നിർത്ത്. അപ്പോ നീ ചെക്കപ്പിന് തയ്യാറല്ല അല്ലേ ശ്രുതി? അത് പിന്നെ ആന്റി, നമുക്ക് പിന്നൊരു ദിവസം ചെയ്യാം. ആ സ്പോട്ടിൽ തന്നെ ശ്രുതിയുടെ കാരണം നോക്കി ചന്ദ്രമതി ഒരെണ്ണം കൊടുക്കാണ്. ഇത് കണ്ടപ്പോ തന്നെ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അയ്യോ അമ്മേ, അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഒരെണ്ണം കിട്ടാത്തതിന്റെ കുറവുണ്ടായിരുന്നില്ലേ നിനക്ക്? ആന്റി, ആന്റി എന്തിനാ എന്നെ തല്ലിയത്? ചി, ഞാൻ മണ്ടിയാണെന്ന് വിചാരിച്ചോടി. നീ പറയുന്നതൊക്കെ വിശ്വസിച്ച് അതേപടി വിഴുങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. എന്നാ ഇനി കുടിച്ച വെള്ളത്തിൽ പോലും നിന്നെ വിശ്വസിക്കില്ലടി. ആന്റി, അങ്ങനെ പറയല്ല ആന്റി. അമ്മ എന്തിനാ ശ്രുതിയെ തല്ലിയത്? അത് മോശമായിപ്പോയി അമ്മേ. ഗർഭിണിയായ എൻ്റെ ഭാര്യയെ തല്ലാൻ പാടുണ്ടോ അമ്മ? അമ്മ സ്നേഹത്തോടെയല്ലേ ഇവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞത്. എന്നിട്ട് അവളെ അമ്മ തല്ലിയല്ലേ? എടാ മണ്ട, നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ. കാര്യം പറഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം പിടികിട്ടി, പിന്നെ എനിക്കും. എന്നാലും അച്ഛനാവാൻ പോകുന്ന നിനക്ക് കാര്യം മനസ്സിലായില്ലല്ലോടാ. ഇത്രയും വലിയ നുണ പറഞ്ഞ് നിന്റെ കൂടെ പിടിച്ചു നിന്നവളാ ഇവള്. പിന്നെയാണോ ചന്ദ്രോദീത്തി കരാൻ ഇവൾ ഇങ്ങനെ ഒരു നുണ പറയില്ലെന്ന് നീ വിശ്വസിച്ചത്? അമ്മ എന്തൊക്കെയാ പറയുന്നത്? എടാ, ഇവള് പ്രഗ്നന്റ് ഒന്നും അല്ല. അമ്മേ, എടാ, ഇവള് ചെക്കപ്പിന് സമ്മതിക്കാത്തത് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവള് പ്രഗ്നന്റ് അല്ലെന്ന്? അതുപോലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ശ്രുതി. വെറുതെയല്ല നീ മണ്ടനാണെന്ന് പറയുന്നത്. ശ്രുതി, നോക്ക്, നീ പറഞ്ഞത് കള്ളമായിരുന്നോ? അപ്പോ നീ അമ്മയാവാൻ തയ്യാറെടുക്കുന്നില്ലേ? അത് പിന്നെ ശ്രുതി, പറയ്, അമ്മ പറയുന്നത് സത്യമാണോ? അമ്മ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് പറയ് ശ്രുതി. അതോ നീ വീണ്ടും ആ ഇളയച്ചന്റെ കാര്യം പറഞ്ഞ് പറ്റിച്ചതുപോലെ നീ എന്റെ വീട്ടിൽ കയറാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞതാണോ? അത് ശ്രുതി. എടാ ശ്രുതി, ഇവള് സത്യം പറയാത്തത് കണ്ടാ മനസ്സിലാക്കിക്കൂടെ ഇവളൊരു പ്രഗ്നന്റും അല്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എടാ, അച്ഛനായപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ, തൃപ്തിയായല്ലോ. എടാ, നിനക്ക് നാണമില്ലല്ലോ ഇവളെ പോലെ എടുത്തി പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ. ഇവളൊരു പച്ച കള്ളിയാ, ഒരു കേടിയെന്ന് വേണമെങ്കിൽ പറയാം. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവളുടെ ചരിത്രം ഒന്ന് അന്വേഷിക്കാൻ. ഇവളെ ഒരു പഠിച്ച കള്ളിയാ. ഇവളുടെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതൊക്കെ നിന്നോട് അന്വേഷിക്കാൻ ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേ. അതൊന്നും അപ്പം നീ കേട്ടില്ല. എടാ സച്ചി, ഇവൾ ഇങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എടാ, ഇവൾ ഇനിയും പറ്റിക്കും. സുധി, എനിക്കൊരു തെറ്റ് പറ്റി. മിണ്ടരുത്, ഇതൊന്നും എനിക്ക് തെറ്റ് പറ്റിയതാണല്ലേ. ഇങ്ങനെ നീ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്യും ശ്രുതി. അത് പിന്നെ സുധി, നിന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട്. എടി, എൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് നീ ഇങ്ങനെ തെറ്റുകൾ ചെയ്യൂ. എന്നാലും ഇത് കുറച്ച് ഓവറായിപ്പോയി ശ്രുതി. എൻ്റെ ചങ്കല നീ ആണി തറച്ചത്. അത് ഈ ശ്രുതി ഒരിക്കലും മറക്കില്ല, ഈ ജന്മത്തിൽ ഒരിക്കലും. ഇനി നിന്നെ എൻ്റെ കൺമുമ്പിൽ പോലും കണ്ടുപോകരുത്. മതി, ഇവിടം കൊണ്ട് അവസാനിച്ചെല്ലാം. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എടി, പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവളെ, നീ എന്നടി നന്നാവുക? നീയൊക്കെ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രം. എന്നാലും നീ ഞങ്ങളെയൊക്കെ പറ്റിച്ചോ. എന്നാലും നിന്റെ ഭർത്താവായ സുധിയെ നീ ഒരിക്കലും പറ്റിക്കാൻ പാടില്ലായിരുന്നു. ഇനി നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എൻ്റെ മോൻ്റെ മുന്നോട്ടുള്ള ജീവിതം തടസ്സപ്പെടുത്താൻ നീ അവൻ്റെ നേരെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രമതി വെറുതെ ഇരിക്കില്ല. സുധി, വാ പോവാം. സച്ചി, കാറെടുക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും സച്ചിയും കൂടി കാറിലോട്ട് പോവാണ്. അങ്ങനെ ശ്രുതി കയ്യിലുള്ള ടെസ്റ്റ് പേപ്പർ ചുരുട്ടിക്കൂട്ടി ശ്രുതിയുടെ മുന്നിൽ തന്നെ എറിഞ്ഞിട്ട് കാറിൽ പോയി കയറുകയാണ്. ശ്രുതിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ആ സമയത്ത് സച്ചി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ലഗേജ് പുറത്ത് വെച്ച് കൊടുക്കുകയാണ്. ഡി, നിന്റെ ലഗേജ് ഇതാ, ഇതും എടുത്ത് എങ്ങോട്ടാന്ന് വെച്ചപ്പോ ഇനി മേലിൽ ഇത്തരം കള്ളവും പറഞ്ഞ് വീട്ടിൽ കയറി പറ്റാൻ നോക്കരുത്. ഇതും പറഞ്ഞ് ശ്രുതിയെ അവിടെ ഒറ്റയ്ക്ക് നിർത്തി സച്ചി കാർ എടുക്കുന്നുണ്ട്. അങ്ങനെ അവര് ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. ശ്രുതിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ഈശ്വര, ഇനി ഞാൻ എന്താ ചെയ്യുക? ആ സമയത്താണ് മീര വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മീരേ. ശ്രുതി, എന്തു പറ്റി? നീ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ ചന്ദ്രോദയത്തിലോട്ട് പോയത്. ഇപ്പം എന്തു പറ്റി? മീരേ, അവരെന്നെ വീട്ടിലോട്ടല്ല കൊണ്ടുപോയത്, പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ടാ. എവിടെ വെച്ച് ചെക്കപ്പ് ചെയ്യാൻ. അയ്യോ, അപ്പോൾ നിന്റെ കള്ളൊക്കെ പൊളിഞ്ഞോ? പിന്നെ ഹോസ്പിറ്റലിലോട്ട് വന്നാൽ എൻ്റെ കള്ളം പൊളിയാതിരിക്കുമോ? ഷോ, നിന്നെ സമ്മതിക്കണം. ഇത്രയും വലിയ കള്ളവും ചെയ്തിട്ട് അവരുടെ മുന്നിൽ പിടിക്കപ്പെട്ട് നിനക്ക് എങ്ങനെ അവിടെ നിൽക്കാൻ തോന്നുന്നത്? നിന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം. ഞാനൊക്കെ ആയിരുന്നെങ്കിലേ വല്ല പുഴയിലും ചാടി ചത്തേനെ. മനസ്സ് തളർന്നു നിൽക്കുന്ന എന്നെ ആശ്വസിപ്പിക്കാതെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് നോവിക്കാണോ? എൻ്റെ ശ്രുതി, ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. നീയേ നിന്റെ ബാഗ് വെയിറ്റ് പെട്ടെന്ന് ഇങ്ങോട്ട് പോര്. ഒരു ഓട്ടോ വിളിച്ചു വാ. ഞാൻ ഇനി അങ്ങോട്ടില്ല. പിന്നെ
ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവാ. ഷോ, അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യമുണ്ട്. എത്രയെന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചന്ദ്രോദയത്തിലോട്ട് കയറി പറ്റാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എത്ര കാലം എന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്നത്. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? നിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? അവിടെ ചെന്ന് നിന്റെ അമ്മയും നിന്റെ മകനെയൊക്കെ വിവരം അറിയിക്കാനാണോ? എനിക്കൊന്നും അറിഞ്ഞൂടെ മീരെ. പക്ഷേ എനിക്കിപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ടാണ് വേണ്ടത്. ഞാൻ ആകെ തളർന്നിരിക്കാം. ഞാൻ സുധിയേയും കൂടി പറ്റിച്ചില്ലേ? എത്ര സന്തോഷത്തോടെയാ അവരെന്നെ ഡോക്ടറെ കാണിക്കാൻ ഇങ്ങോട്ട് വന്നതെന്നറിയോ? ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം പോയത്. സുധി എന്നെ വെറുത്ത് കാണും. ഇനി ഒരിക്കലും അത്ര പെട്ടെന്ന് എന്നെ സ്നേഹിക്കാൻ സുധിക്ക് കഴിയില്ല. ശ്രുതി, നീ അത്രയ്ക്കും വലിയ തെറ്റാ സുധിയോട് ചെയ്തത്. നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണെന്ന്? ഓ പിന്നെ, ഞാൻ പറഞ്ഞത് വല്ലത് നീ കേൾക്കോ? നിനക്ക് നീ പറയുന്നതല്ലേ എല്ലാം ശരി. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് തൽക്കാലം ഇങ്ങോട്ട് വാ. നമുക്ക് എന്ത് വേണമെന്ന് ഇവിടെ വന്ന് തീരുമാനിക്കാം. ശരി. അങ്ങനെ ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. മീരയുടെ വീട്ടിലോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി എന്നെ എങ്ങനെ സുധി സ്നേഹിക്കും? സുധിക്കിപ്പോൾ എന്നോട് വെറുപ്പായി കാണും. സുധിയെ ഞാൻ മോഹിപ്പിച്ചില്ലേ? സുധി മാത്രമല്ല, ആൻറ്റിയും എന്നെ ഒരുപാട് വെറുത്ത് കാണും. എല്ലാം ആ സച്ചിയുടെ പണിയായിരിക്കും. അവൻ്റെ കുബുദ്ധിയിലെ തെളിഞ്ഞ ബുദ്ധിയായിരിക്കും ഇത്. അവനൊരു പണി കൊടുക്കണം. അവനെ എന്നെ മാത്രം അങ്ങനെ വേദനിപ്പിച്ച് സന്തോഷത്തോടെ അവളുടെ കൂടെ കഴിയണ്ട. അങ്ങനെ എൻ്റെ ലൈഫ് തകർത്തിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കണ്ടടാ. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സുധിക്ക് എന്നോട് പൊറുക്കാൻ പറ്റുമോ? പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേ ഞാൻ ചെയ്തത്? ഈശ്വര, ഞാൻ എന്തിനിങ്ങനെ തെറ്റ് ചെയ്യുന്നത്? പെട്ടെന്നാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് മറ്റാരും അല്ല കേട്ടോ, ആ നവീൻ ദാസാണ്, ശ്രുതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആള്. ഈശ്വര, ഇവരെന്നെ കുറേ നാളായിട്ട് വിളിക്കാറില്ലായിരുന്നല്ലോ. ഇവനെ ആന്റണി നാട് കടത്തിയെന്നല്ലേ പറഞ്ഞത്? ഇവനെന്തിനാ ഇപ്പം വിളിക്കുന്നത്? അയ്യോ, വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവും. എന്തായാലും ഫോൺ എടുക്കാം. അങ്ങനെ നവീൻ ദാസിൻ്റെ ഫോണ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതി. ഹലോ. ശ്രുതി മോളെ, നീ എവിടെയാ? നിനക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിയാണോ നീ എന്നെ വിളിക്കുന്നത്? അതെന്ത് വർത്തമാനാ? എനിക്ക് എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടത് നീ ഒറ്റൊരുത്തി കാരണമല്ലേ? അത് ഞാൻ കാരണമൊന്നുമല്ല, തൻ്റെ കയ്യിലിരിപ്പ് കാരണമാ. കയ്യിലിരിപ്പ് നന്നാക്കിയായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ തനിക്ക് കിട്ടുമായിരുന്നു. എടി, നീ ഒരു കുടുംബത്തെ പറ്റിച്ച് ആ കുടുംബത്തിൽ കയറി പറ്റിയിട്ടില്ലേ? എന്നിട്ട് ആ കുടുംബം വല്ലതും അറിയുന്നുണ്ടോ? നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ള സത്യം പോലും അവർക്കാർക്കും അറിയില്ല. അതൊന്നും ഞാൻ അവരോട് പറയാതെ നിൽക്കുന്നില്ലേ? അതിനു വേണ്ടിയ പ്രത്യുപകാരം നീ കുറച്ച് നാളായിട്ട് തന്നിരുന്നു, പക്ഷെ ഇപ്പം തരുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞു പൈസയായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന്. അപ്പം പിന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ നിനക്കൊന്ന് നിന്ന് തന്നാൽ എന്താ കുഴപ്പം ശ്രുതി? എടാ ദുഷ്ട, നീ ഒറ്റ ഒരുത്തൻ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയായത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിഷ്ണുവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കേണ്ടവളാ. എടി, അവൻ ജയിലിൽ പോയതേ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിന്റെ അവിഹിതം പൊക്കിയതുകൊണ്ടാ. എൻ്റെ അവിഹിതോ? നീ ആയിട്ട് ഉണ്ടാക്കി തീർത്ത കിട്ടുകതല്ലടാ അതൊക്കെ. ദേ ശ്രുതി, അനാവശ്യമായിട്ട് എന്നെ കോപിപ്പിക്കേണ്ട. ഞാൻ ശ്രുതിയെ കണ്ട് സത്യങ്ങളൊക്കെ പറയും. എടാ, തന്നെ ആന്റണി ഇവിടുന്ന് പറഞ്ഞയച്ചതല്ലേ, വീണ്ടും നീ എനിക്ക് പ്രശ്നമായിട്ട് വരുവാണോ? അതെടി, ആന്റണി നീ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആന്റണി എന്നെ മര്യാദയ്ക്ക് പെരുമാറിയിട്ടുണ്ട്. അതിനുള്ളതൊക്കെ വെച്ച് ഞാൻ നിനക്ക് തന്നാലുണ്ടല്ലോ, നിനക്ക് താങ്ങില്ല മോളെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്കൊരു 2 ലക്ഷം രൂപ വേണം. എത്രയും പെട്ടെന്ന് അതെനിക്ക് കിട്ടണം. ഓഹോ, നീ ഇങ്ങനെ 2 ലക്ഷം 3 ലക്ഷം പറയുമ്പോൾ എവിടെന്നാ ഞാൻ എടുത്തു കൊണ്ട് തരുന്നത്? എനിക്കെന്താ റിസർവ് ബാങ്കിലാണോ പണി? അവിടുന്ന് നോട്ട് അടിച്ചെണ്ണി നിന്റെ കയ്യിലോട്ട് തരാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിന്റെ ഇഷ്ടം. പിന്നെ നിന്റെ ഭർത്താവ് ഇപ്പോൾ വലിയ ഹോം സപ്ലൈസസിൻ്റെ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അത്യാവശ്യം കാശ് നിനക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. 2 ലക്ഷം രൂപ ഞാൻ ലൊക്കേഷൻ അയക്കും. ആ സ്ഥലത്ത് എനിക്ക് കൊണ്ടു തന്നാൽ മതി. ഇല്ലെങ്കിൽ നിന്റെ മോനുണ്ടല്ലോ ആദി, അവനെ പൊക്കി പിടിച്ച് ഞാൻ സുധീയുടെ അടുത്തോട്ട് ചെല്ലും. സത്യങ്ങളൊക്കെ തുറന്നു പറയും. ഇനി നിന്നെ ഞാൻ വിളിക്കുന്നതേ ആ പൈസ കിട്ടാനായിരിക്കും. വെറും 2 ദിവസം. എത്രയും പെട്ടെന്ന് പൈസ സംഘടിപ്പിക്കാം. 2 ദിവസം കഴിഞ്ഞാൽ പൈസ എത്തിക്കേണ്ട സ്ഥലം ഞാൻ പറയാം. ഇതും പറഞ്ഞ് നവീൻ ദാസ് കട്ടാക്കാൻ കേട്ടോ. നവീൻ കട്ടാക്കിയല്ലോ. ആന്റണി ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് എത്ര കാശ് വാങ്ങിച്ചു. എന്നിട്ടും അവൻ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുക. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ആന്റണിക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ആന്റണി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ആന്റണി. ശ്രുതി. എന്താ ശ്രുതി, അടുത്ത വല്ല പണിയുണ്ടോ? എന്തെങ്കിലും കൊട്ടേഷൻ? പിന്നെ നേരത്തെ പറഞ്ഞേക്കാം, കാശുണ്ടെങ്കിൽ കൊട്ടേഷൻ ഏറ്റെടുക്കൂ. ആന്റണി, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നീ നവീൻ ദാസിനെ അടിച്ചൊതുക്കി എങ്ങോട്ടോ പറഞ്ഞു വിട്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അവന് ഞാൻ കൊൽക്കത്തയിലോട്ട് ലോഡ് കടത്തിയില്ലേ? കൊൽക്കത്ത? ദേ, അവൻ വീണ്ടും എന്നെ ശല്യപ്പെടുത്തി നാട്ടിലെത്തിയിട്ടുണ്ട്. അവൻ നിന്നെ വിളിച്ചോ? അതെ, ഞാൻ അവൻ്റെ നമ്പർ തരാം. നീ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം. അതെങ്ങനെയാ ശ്രുതി? എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് അവനെ സെറ്റിൽ ചെയ്യാനുള്ള രീതിയൊക്കെ ഞാൻ നോക്കിയതാ.
വീണ്ടും അവൻ ഇവിടെ എത്തുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഓഹോ, അപ്പൊ പണമൊക്കെ വാങ്ങിച്ചിട്ട് എന്നെ ചതിക്കുവാണല്ലേ? അതെങ്ങനെയാ ചതിയാവുക? സത്യം പറഞ്ഞാ സുധിയുടെ കുടുംബത്തെ നീയല്ലേ ചതിക്കുന്നത്? ഞാനോ? അതെ ഹെടി, എന്നോട് നവീൻ ദാസ് എല്ലാം പറഞ്ഞ്. ശ്രുതി, നീ ഇത്രയ്ക്കൊരു പെരുങ്കള്ളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിന്നെപ്പോലെ തെറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ചതിച്ചെന്ന് നീ പറയരുത്. നീയാണ് ഏറ്റവും വലിയ ചതി ചെയ്തുകൊണ്ടിരിക്കുന്നവൾ. ആ നവീൻ ദാസ് നിങ്ങളോടെല്ലാം പറഞ്ഞോ? എന്നോടെല്ലാം പറഞ്ഞു. നീ ഒരു പഠിച്ച കള്ളിയാണെന്ന് എനിക്കതിലൂടെ മനസ്സിലായി. അതുകൊണ്ട് നീ ഒരു കാര്യം ഓർത്തോ, ഇതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോടി. ആൻ്റണി, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ? അതെടി, ബ്ലാക്ക് മെയിൽ ചെയ്യാണെന്ന് കൂട്ടിക്കോ. ആ സച്ചി എനിക്കൊന്ന് നിലക്ക് നിർത്തണം. അതിന് തൽക്കാലം ഈ കച്ചിത്തുരുമ്പായിട്ട് ഈ ആയുധം ഉപയോഗിക്കാലോ. നിന്നെ വെച്ച് ഞാൻ സച്ചിയെ വലയിപ്പിക്കും, നീ നോക്കിക്കോ. അപ്പോൾ സമയം പോലെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്. ഇതും പറഞ്ഞ് ആൻ്റണി ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ. തൊട്ടിപ്പുറത്ത് തന്നെ നവീൻ ദാസ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാ, കളി തുടങ്ങല്ലേ? പിന്നെ അല്ലാതെ കളി തുടങ്ങാം. അവളെ വെച്ച് നമുക്ക് ആ സച്ചിയും കൂടി പൂട്ടണം. അവൻ എൻ്റെ ദേഹത്ത് എത്ര വട്ടം കൈവച്ചതാണെന്നറിയാം ആൻ്റണിക്ക്. എൻ്റെ ദേഹത്തും അവൻ ഒരുപാട് കൈവച്ചിട്ടുണ്ട്. അവൻ മാത്രം വിജയിച്ചാൽ പോരാ, നമുക്കും വിജയിക്കണം. അവനുള്ള പണി നമുക്ക് കൊടുക്കാം. നീ ഒന്ന് അടങ്ങ്. എന്നാൽ ശ്രുതിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വെച്ച് എല്ലാം തകർന്ന മട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരാളും കൂടി സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂട്ടുപിടിച്ച് ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് ശ്രുതിക്ക് പേടി തോന്നാൻ കേട്ടോ. എൻ്റെ ഭർത്താവ് എന്നെ കൈവിട്ടു, എൻ്റെ അമ്മായിയും എന്നെ കൈവിട്ടു. സത്യങ്ങളൊക്കെ അവരറിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എനിക്ക് എങ്ങനെയെങ്കിലും ചന്ദ്രോദയത്തിൽ കയറി പറ്റണം. ശ്രുതിയോട് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മീര പറഞ്ഞ മാർഗം, ചാവാൻ ശ്രമിക്കണം. ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ഞാനൊരിക്കലും മരിക്കില്ല. എന്നെ അവർ രക്ഷപ്പെടുത്തും. സുധിയുടെ നമ്പർ എന്തായാലും അവരുടെ കയ്യിലുണ്ടാവും. അവർ സുധിയെ വിളിച്ച് വിവരം അറിയിച്ചോളും. ഒട്ടും വയ്യാത്ത എന്നെ സുധി തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. ഇത് തന്നെ ഐഡിയ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ഹോസ്പിറ്റലിനകത്തോട്ട് കയറി പോവാൻ കേട്ടോ. ആ സമയത്ത് ഒരു നേഴ്സ് കയ്യിലുണ്ടായിരുന്ന സിറിഞ്ചും മറ്റ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പാത്രം അവിടെ വെക്കുന്നത് കേട്ടോ. ഇത് കണ്ട ശ്രുതി ആ പാത്രത്തിനടുത്തോട്ട് ചെല്ലാണ്. അപ്പോഴാണ് അതിലൊരു ചെറിയ ബ്ലേഡ് ഇരിക്കുന്നത് കാണുന്നത്. ഇത് എടുത്തുകാണ്ട് പെട്ടെന്ന് തന്നെ കൈ മുറിക്കാൻ നോക്കുകയാണ് ശ്രുതി. ഈ നേഴ്സ് ഒരാളുടെ ട്രിപ്പ് ഊരാൻ വേണ്ടി അങ്ങോട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അയാളുടെ ട്രിപ്പൊക്കെ ഊരിയിട്ട് തിരിച്ചു വരുന്ന നേഴ്സ് കാണുന്നത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ചോര ധാരധാരയായിട്ട് ഒഴുകുന്നതാണ്. അയ്യോ, ഇതെന്താ ചേച്ചി, ഇതെന്തു പറ്റിയതാ? കണ്ടിട്ട് മനസ്സിലായില്ലേ, ജീവിതം അടുത്തു. ആർക്കും എന്നെ വേണ്ട. എൻ്റെ ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ അമ്മായിയമ്മയ്ക്കും ആർക്കും എന്നെ വേണ്ട, ബന്ധുക്കൾക്ക് പോലും. പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അയ്യോ, സൂയിസൈഡിന് ശ്രമിച്ചതാണോ? ആണെങ്കിൽ ഇപ്പം എന്താ? അയ്യോ, കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിരിക്കുന്നു. ഡോക്ടർ ഓടി വായോ, ഇവിടെ ഒരു പേഷ്യൻ്റ് സൂയിസൈഡിന് ശ്രമിച്ചു. ഇത് കേട്ട ഡോക്ടർ ഞെട്ടലോടെ അങ്ങോട്ടേക്ക് ഓടി വരാൻ കേട്ടോ. എന്തിനാ നീ ഡോക്ടറോട് പറയുന്നത്? എനിക്ക് ചാവണം. ദേ, എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത്. ചാവണമെങ്കിലേ വല്ല പൊട്ടക്കിണറ്റിലും ചാടി ചത്തൂടായിരുന്നോ? എന്തിനാ ഹോസ്പിറ്റലിൽ വെച്ച് ചാവുന്നത്? ഈ ഹോസ്പിറ്റലാർക്കും കൂടി ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഒരുപാട് ചോര പോകുന്നു. ഡോക്ടർ! പെട്ടെന്ന് തന്നെ ശ്രുതി തല കറങ്ങി വീഴാൻ കേട്ടോ. അയ്യോ, ഇവർ തല കറങ്ങി വീണല്ലോ. ആ കൈയാണെങ്കിൽ പിടിച്ച് കെട്ടുന്നുണ്ട് നേഴ്സ്. അപ്പോഴത്തേക്കും ഡോക്ടർ അങ്ങോട്ട് എത്താണ്. എന്തു പറ്റി ഡോക്ടർ? ഇവർ സൂയിസൈഡിന് ശ്രമിച്ചു, കയ്യിലെ ഞരമ്പ് മുറിച്ചു. ആണോ? എവിടെ നോക്കട്ടെ. ഇതും പറഞ്ഞ് കൈ നോക്കാണ് കേട്ടോ. ഇവരെ പെട്ടെന്ന് തന്നെ ഐസിയുലേക്ക് മാറ്റൂ. ശരി ഡോക്ടർ. അങ്ങനെ അവിടെയുള്ള നേഴ്സുകളൊക്കെ കൂടി ചേർന്ന് ശ്രുതിയെ നേരെ ഐസിയുലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്ലഡ് നിൽക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഡോക്ടർ. ശ്രുതിയുടെ കൈ സ്റ്റിച്ച് ചെയ്ത് കെട്ടിവെക്കാണ്. പെട്ടെന്നാണ് ഡോക്ടർ ഈ കുട്ടിയായിരുന്നു നേരത്തെ ഗർഭിണിയാണെന്നും പറഞ്ഞ് വന്നതെന്ന് ഓർക്കുന്നത്. ശരിയാണല്ലോ, കുറച്ചു മുമ്പ് ഭർത്താവിൻ്റെ അമ്മയുടെയും കൂടെ ഇവരല്ലേ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നത്. ഇവര് ഗർഭിണിയല്ലായിരുന്നോ? പിന്നെന്തിനാ ഇവരിങ്ങനെ ചെയ്തത്? ഇവരുടെ കൂടെ ഭർത്താവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് എന്തു പറ്റി? അപ്പോൾ ഒരു നേഴ്സ് വയ്ക്കുന്നുണ്ട്. എന്തു പറ്റി ഡോക്ടർ? അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർ കുറച്ചു മുമ്പ് ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നിരുന്നു. ആണോ? എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും മെൻ്റലി പ്രോബ്ലംസ് ഉണ്ടോ ഡോക്ടർ? അറിയില്ല. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രഗ്നൻ്റ് ആണെന്നും പിന്നെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ പോസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവരെ പരിശോധിച്ചപ്പോൾ ഇവർ പ്രഗ്നൻ്റ് അല്ലെന്ന് എനിക്ക് തോന്നിയത്. ശരിക്കും ഇവർ പ്രഗ്നൻ്റ് അല്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തിനാ അവരങ്ങനെ കള്ളം പറഞ്ഞത്? അല്ല നഴ്സേ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പുറത്തുണ്ടോയെന്ന് നോക്ക്. എനിക്കൊന്ന് അവരുമായിട്ട് സംസാരിക്കണം. അങ്ങനെ ഇവർക്ക് വേണ്ടി ആരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നില്ല സർ. ഇനി അവരൊന്നും അറിഞ്ഞിരിക്കില്ലേ? ഒന്നും അറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കണം. കാരണം ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റാ. പോലീസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ശരി സാർ. അങ്ങനെ സുധിയുടെ നമ്പർ തപ്പിപ്പിടിച്ചുകൊണ്ട് ആ നേഴ്സാണെങ്കിൽ സുധിക്ക് ഫോൺ ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും സുധിയും സച്ചിയും ചന്ദ്രമതിയും കാർ നിർത്തി വീട്ടിനകത്തോട്ട് കയറുക. പെട്ടെന്നാണ് സുധിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. സുധിയാണെങ്കിൽ ആകെ വിഷമിച്ചിട്ടാണ് വീട്ടിനകത്തോട്ട് കയറുന്നത്.
ഫോൺ കോൾ കണ്ട പാടെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, സുധി ആ ഫോൺ അറ്റൻഡ് ചെയ്യ്. വേണ്ടമ്മേ, ഞാനിപ്പോൾ ആരോടും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. എടാ, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ആ പെരുങ്കള്ളി എന്തെങ്കിലും ചെയ്തെന്ന് കരുതിയിട്ട് നീ അവളെ ആലോചിച്ച് നിരാശകാമകൻ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കാതെ. ദേ, അത് വല്ല കസ്റ്റമേഴ്സും ആയിരിക്കും, അവരെ വിളിച്ച് ഡീൽ ചെയ്യാൻ നോക്ക്. ഇപ്പൊ തന്നെ അവള് പോയെന്ന് പറഞ്ഞ് ഈ മാസം നിന്റെ കടയിൽ ഒട്ടും സെയില് നടന്നിട്ടില്ല. ദേ സുധി, നീ ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല. ദേ, ഇന്നത്തോടു കൂടി അവളെ അങ്ങ് മറന്നേക്കണം. അതിനുശേഷം നീ നിന്റെ ബിസിനസ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്ക്. അമ്മേ, ഇത്ര പെട്ടെന്നൊക്കെ എന്നോട് അങ്ങനെ ആവണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? വീണ്ടും സുധിയുടെ ഫോണ് റിങ് ചെയ്യാനിട്ടോ. എടാ സുധി, നീ ആദ്യം ഒന്ന് ഫോൺ എടുക്ക്. ശരി, ഞാൻ ഫോൺ എടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത്. ആഹാ, നിങ്ങൾ വന്നു. എവിടെ ശ്രുതി എവിടെ? ആ സമയത്ത് ചന്ദ്രമതിയാണെങ്കിൽ ഒരു പുച്ഛത്തോടു കൂടി തല തിരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്യാനിട്ടോ. ഹലോ, ഹലോ, വിമല ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ICUയുടെ സെക്ഷനിലോട്ട് എത്തണം. നിങ്ങളുടെ വൈഫ് ശ്രുതി സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. അവരിപ്പോൾ ICUവിലാണ്, ഗുരുതരാവസ്ഥയിലാ. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ശ്രുതിക്ക് എന്ത് പറ്റി? സൂയിസൈഡിന് ശ്രമിച്ചതാണ്, കയ്യിലെ ഞരമ്പ് മുറിക്കാൻ. അയ്യോ, ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതാണ് സർ പറയുന്നത്. അത്യാവശ്യം ഗുരുതരാവസ്ഥയിലാ, നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ട്, ICUവിലാണ്. പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണം. O നെഗറ്റീവാ, കിട്ടാൻ നല്ല പാടാ. ഈശ്വര, അമ്മേ, എൻ്റെ ശ്രുതി ICUവിലാണമ്മേ. അമ്മ, അവള് സൂയിസൈഡിന് ശ്രമിച്ചെന്ന്. എന്ത്? അവള് സൂയിസൈഡിന് ശ്രമിച്ചെന്നോ? അതെ അമ്മേ. അമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. അവൾക്ക് എന്തെങ്കിലും പറ്റുമോ അമ്മേ? എടാ, ആ ഫോൺ കട്ട് ചെയ്യ്. പെട്ടെന്ന് തന്നെ സുധി ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ. അമ്മേ, എടാ സച്ചി, നീ പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് പോവാം. അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ എന്തൊക്കെയാ കേൾക്കുന്നത്? ശ്രുതിയെ കൂട്ടാൻ വേണ്ടി പോയി നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ശ്രുതി എന്താ ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവൾ എന്തിനാ ICUവിലായത്? അച്ഛാ, അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം സച്ചി പറയുന്നുണ്ട്, എടാ സുധി, ചിലപ്പോൾ ഇവളെ അവിടുത്തെ നേഴ്സുമാരെയും ഡോക്ടറെയൊക്കെ സ്വാധീനിച്ച് ഇങ്ങനെ വിളിച്ച് പറയിപ്പിച്ചതാണെങ്കിലോ? പഠിച്ച കള്ളി അവള്. ഹേയ്, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയില്ല. അതാരെങ്കിലും പറഞ്ഞാൽ പോലും. എടാ, അവള് പഠിച്ച കള്ളിയാടാ, ഇനി നിനക്ക് മനസ്സിലായില്ലേ? പക്ഷെ സച്ചി, ഈ കാര്യങ്ങളൊന്നും അവരാരും കള്ളം പറയില്ല. അപ്പോൾ രവീന്ദ്ര പറയുന്നുണ്ട്, സച്ചി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ അവിടെ സംഭവിച്ചത്? അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ശ്രുതിക്ക് എന്താ പറ്റിയത്? എൻ്റെ രേവതി, അവളെ വീണ്ടും നമ്മളെ പറ്റിച്ചു. ഗർഭിണിയാണെന്ന് പച്ച കള്ളം പറഞ്ഞു. അവളുടെ വയറ്റിൽ കുഞ്ഞൊന്നും വളരുന്നില്ല. ഇപ്പം ഇത് അവൾ രണ്ടാമത്തെ അടവെടുക്കുക, സൂയിസൈഡിന് ശ്രമിച്ചെന്ന്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓടി ചെല്ലുമല്ലോ. അവള് പഠിച്ച കള്ളിയാ. സച്ചേട്ടാ, അങ്ങനെ സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, O നെഗറ്റീവ് ബ്ലഡ് വേണമെന്നാണ് പറഞ്ഞത്. അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ശ്രുതിക്ക് എന്തെങ്കിലും പറ്റും അച്ഛാ. അവൻ്റെ ഒരു ശ്രുതി. എടാ, അവൾ ചത്ത് പോവാണെങ്കിൽ പോവട്ടെടാ. അമ്മയ്ക്ക് അങ്ങനെ പറയാം, പക്ഷേ എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. അതിപ്പോൾ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെങ്കിലും. എടാ, നീ എന്താണ് ഇങ്ങനെയായി പോയത്? ചന്ദ്രേ, ഇങ്ങനെയുള്ള സമയത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മോനെ സച്ചി, നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല് സുധി. നിക്ക്, ഞാനും കൂടെ വരാം. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്, ഞാനും വരാം. അപ്പം രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ, ദേവുവിൻ്റെ ബ്ലഡ് O നെഗറ്റീവാ. ദേവുവിനെ വിളിച്ചാൽ ചിലപ്പോൾ ദേവു വരും. ദുഷ്ടത്തിക്കാ രക്തം കൊടുക്കുന്നത്, അതിന് വെറുതെ ദേവുവിൻ്റെ രക്തം ഊറ്റണമെന്നൊന്നുമില്ല. അങ്ങനെ പറയല്ലേ സച്ചേട്ടാ, ഒരു ജീവന് വേണ്ടിയല്ലേ. ഞാനേ ദേവുവിനെ വിളിക്കട്ടെ, ദേവു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കോളും. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യും. അങ്ങനെ സച്ചിയും രേവതിയും ചന്ദ്രമതിയും രവീന്ദ്രനും സുധിയൊക്കെ കൂടി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ICUയുടെ സെക്ഷനിലോട്ട് സുധി ആണെങ്കിൽ ഓടി പിടിച്ചെത്തുന്നുണ്ട്. സിസ്റ്ററെ, ഇതിനകത്ത് എൻ്റെ ഭാര്യയുണ്ട്, ശ്രുതി. നിങ്ങളാണ് ശ്രുതിയുടെ ഹസ്ബൻഡ്? അതെ. ശ്രുതിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? പറയാനായിട്ടില്ല, ഇപ്പം തൽക്കാലം കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ആരെങ്കിലും വരുന്നുണ്ടോ? ഒരാൾ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വരും. ബ്ലഡ് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടോ? അതൊക്കെ വേണം. ബ്ലഡ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ആ ബ്ലഡ് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, അതുകൊണ്ട് ഒരാൾ വന്നേ പറ്റൂ. ശരി ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഡോക്ടറല്ല, ഇവിടുത്തെ നേഴ്സാ. അയ്യോ സോറി, എനിക്കെൻ്റെ ശ്രുതി ഒന്ന് കാണാൻ പറ്റുമോ? അത് പിന്നെ ഞാനൊന്ന് ഡോക്ടറോട് ചോദിക്കട്ടെ. എനിക്ക് കണ്ടേ പറ്റൂ. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഒരാൾ മാത്രം കയറി കാണുക. ഞാൻ കാണാം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് പോവാണ്. അയ്യോ ശ്രുതി, എന്ത് കിടപ്പാ ഇത് ശ്രുതി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്നെ തീറ്റിച്ച് നിനക്ക് മതിയായിട്ടില്ലല്ലേ? എന്തിനാ ശ്രുതി ഇതൊക്കെ? എന്നോട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശ്രുതി, എന്തെങ്കിലും ഒന്ന് പറയേ. ആ സമയത്താണ് കേട്ടോ അവിടെ ഇരിക്കുന്ന ഒരു നേഴ്സ് പറയുന്നത്, എക്സ്ക്യൂസ് മീ, പ്ലീസ് സൈലൻറ്റ്. അതെ, ഇത് ICU ആണ്, പേഷ്യൻസിന് സമാധാനം കൊടുക്കണം. ഞാൻ എൻ്റെ ഭാര്യയുടെ വിഷമം പറയുമല്ലേ?
അതെ, നിങ്ങളുടെ ഭാര്യയെ പോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ബന്ധുക്കൾ വരുന്നുണ്ട്. മറ്റ് പേഷ്യൻസിന് നിങ്ങളൊരു ബുദ്ധിമുട്ടാവരുത്. ഓക്കെ? ശരി. പെട്ടെന്ന് ഡോക്ടർ അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. മിസ്സസ് സുധി, അതെ ഒന്ന് വരൂ. ഇതും പറഞ്ഞുകൊണ്ട് സുധിയെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. സുധി ഇരിക്കൂ. ആ കിടക്കുന്നത് നിങ്ങളുടെ ഭാര്യയല്ലേ? അതെ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണോ അവർ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചത്? നിങ്ങളുടെ കൂടെയായിരുന്നു അവരിങ്ങോട്ട് വന്നതെന്നാണല്ലോ മുന്നേ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത്. അത് പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവള് ഗർഭിണിയാണെന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞു. പക്ഷെ അത് കള്ളമായിരുന്നു. അത് കള്ളമാണെന്ന് അറിഞ്ഞപ്പോൾ ആകെ വിഷമം തോന്നി. ആ വിഷമത്തിൽ ഒന്നും പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോയതാ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തെന്ന് കരുതി അവൾ സൂയിസൈഡ് ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഡോക്ടർ. ഓ, അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണെന്ന് കള്ളം പറഞ്ഞല്ലേ? അതെ. അത് ശരിയാ, അവർ പ്രഗ്നൻ്റ് ഒന്നും അല്ല. അതവരെ കണ്ടാൽ തന്നെ ഡോക്ടർമാർക്ക് മനസ്സിലാവും. അവൾ പ്രഗ്നൻ്റ് അല്ലെന്ന് കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഡോക്ടർ. ഞങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം. പിന്നെ കുട്ടികളില്ലാത്തവരല്ലല്ലോ നിങ്ങൾ. ഓൾറെഡി ഒരു കുട്ടി ഉള്ളതല്ലേ? കുട്ടിയോ? ആർക്ക്? പെട്ടെന്നാണ് ചന്ദ്രമതി അവിടുന്ന് വിളിക്കുന്നത്. സുധി, സുധി. ഡോക്ടറെ ഒരു മിനിറ്റ്, എൻ്റെ അമ്മ വിളിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ കേട്ടോ സുധി. അമ്മേ, ഞാൻ ഡോക്ടറോട് സംസാരിക്കുമായിരുന്നു. മതി, ഇവിടുത്തെ ബില്ല് വല്ലതുണ്ടെങ്കിൽ സെറ്റിൽ ചെയ്തേക്ക്. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ മീരയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്തും. പിന്നെ അവൾ നോക്കിക്കോളും കാര്യമൊക്കെ. നീ വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. നമുക്ക് വീട്ടിലോട്ട് പോവാം, വാ. അമ്മേ, എന്നാലും ഇനി ശ്രുതി ഇവിടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. എടാ, അവളുടെ കാര്യം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നീ ഇപ്പം തൽക്കാലം വീട്ടിലോട്ട് വാ. ഇല്ലമ്മേ, ഞാൻ വരത്തില്ല. അപ്പം രവി പറയുന്നത്, ചന്ദ്രേ നീ എന്തൊക്കെയാ പറയുന്നത്? അവൻ്റെ ഭാര്യയാണ് ഗുരുതരാവസ്ഥയിൽ ICUയിൽ കിടക്കുന്നത്. ആ സമയത്ത് ഏത് ഭർത്താവാ ഭാര്യയെ വിട്ട് മാറി നിൽക്കുക? നീ എന്തൊക്കെയാ പറയുന്നത്? ഇത് വലിയ കഷ്ടമാണല്ലോ. അപ്പോഴാണ് പോലീസ് അങ്ങോട്ട് വരുന്നത്. മിസ്സസ് സുധി. എന്താ സാർ? നിങ്ങളാണോ ശ്രുതിയുടെ ഭർത്താവ്? അതെ സാർ. അല്ല, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അത് പറയാൻ നിങ്ങളെന്തിനാ ഇത്ര പേടിക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ സൂയിസൈഡിന് ശ്രമിച്ചത്? അതെനിക്ക് അറിഞ്ഞൂടാ ഡോക്ടർ. എടാ, സത്യം പറയടാ. നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, സാറേ സത്യമൊക്കെ ഞാൻ പറയാം. ഇവനെക്കൊണ്ട് പറയാനൊന്നും പറ്റത്തില്ല. ആ പെണ്ണെ ഞങ്ങൾ കുരുക്കി കൊണ്ട് ചാടിച്ചതാ. വലിയ കോടീശ്വരിയാണ്, കൊമ്പത്തുള്ളവളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കല്യാണം കഴിച്ചു. മലേഷ്യയിൽ വലിയ കോടീശ്വരന്മാരാണ് അവർ. അവളുടെ അച്ഛൻ എന്തോ കോടീശ്വരനാണ്, അവളുടെ ഇളയച്ചൻ അതിനേക്കാളും വലിയ കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഫേക്ക് ഇളയച്ചനെ കൊണ്ടുവന്ന് അവൾ നമ്മളെ എല്ലാവരെയും പറ്റിച്ചു. അതൊക്കെ പോട്ടേന്ന് വെച്ച് അവളോട് പൊറുത്തു. അതിനുശേഷം അവളൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് നാടകം കളിച്ചു, കള്ള നാടകം. എന്നിട്ട് ഇവിടെ വന്ന് അത് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അവൾക്കൊരു കുഞ്ഞുമില്ല, ഒരു കോപ്പുമില്ല. അവളെ വീണ്ടും ഞങ്ങൾ പറ്റിക്കായിരുന്നു സാറേ. അങ്ങനെ ഒരുത്തി എങ്ങനെയാ സാറേ ഞങ്ങൾ വേണമെന്ന് പറയാം? അവൾ ഇവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ചത്. ഓഹോ, അപ്പോൾ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ. എന്തായാലും നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അവരുടെ ബോധം ഒന്ന് തെളിയട്ടെ. എന്നിട്ട് ഞാൻ അവരോടും കൂടി കാര്യം ചോദിച്ചിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാം. FIR ഇടണമെങ്കിൽ അതുമാവാം. ആ പോലീസ് മറ്റാരും ഇല്ല കേട്ടോ, നമ്മുടെ ദേവുവിൻ്റെ കാമുകനാണ്. ഓക്കെ, ഇതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്തായാലും ശ്രുതിക്ക് ചന്ദ്രോദയത്തിൽ കയറാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതായത് പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ശ്രുതിക്ക് ചന്ദ്രോദയത്തിൽ ജീവിക്കണമെന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രോദയത്തിൽ കയറ്റാൻ വേണ്ടി പോലീസുകാർ ശ്രമിക്കുകയും അത് സക്സസ് ആയി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശ്രുതി ചന്ദ്രോദയത്തിൽ കയറി പറ്റുന്നുണ്ട്. അതിനുശേഷം സച്ചിക്ക് ആൻ്റണിയും ശ്രുതിയും ചേർന്ന് ഒരു പണി കൊടുക്കുന്നുണ്ട്. അതാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.